ട്രെയിനിന്റെ ചവിട്ടുപടിയിലിരുന്ന് യാത്ര ചെയ്യുന്നതിനിടെ തെറിച്ചു വീണ യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ട വാർത്തകൾ പുറത്തുവരികയാണ്. സാധാരണയായി നമുക്കറിയാം, ട്രെയിനിൽ നിന്ന് തെറിച്ചു വീണാൽ ജീവൻ പോലും നഷ്ടമാകുന്ന സാഹചര്യത്തിൽ തന്റെ ആയുസിന്റെ ബലം ഒന്നുകൊണ്ട് മാത്രം താൻ രക്ഷപ്പെട്ടുവെന്നും ഇപ്പോഴും ആ ഞെട്ടലിൽ നിന്ന് താൻ മുക്തനായിട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ് മാഹി ചെമ്പോല സ്വദേശിയായ 25-കാരൻ വിനായക ദത്ത്. ഇക്കഴിഞ്ഞ ജനുവരി 1-നാണ് സംഭവം. എറണാകുളം വടകര യാത്രയ്ക്കിടെ ഇരിങ്ങാലക്കുട എത്തിയപ്പോഴാണ് ട്രെയിനിൽ നിന്നും ഇദ്ദേഹം പുറത്തേക്ക് വീഴുന്നത്. അതേസമയം ചെറിയ പരിക്കുകളൊക്കെ ഇദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. എറണാകുളത്ത് നിന്ന് സുഹൃത്തുക്കൾക്കൊപ്പം ന്യൂ ഇയർ ആഘോഷം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ഇത്തരമൊരു അപകടം സംഭവിക്കുന്നത്. ഇന്റർസിറ്റി എക്സ്പ്രസിലെ വലിയ തിരക്ക് കാരണം ഡോറിനടുത്തിരുന്ന് യാത്ര ചെയ്യുകയായിരുന്നു യുവാവ്. വിനായക് ഈ സമയം ഉറങ്ങിപ്പോയി. തുടർന്നാണ് പുറത്തേക്ക് തെറിച്ചു വീണത്. ഒന്നും തിരിച്ചറിയാൻ സാധിക്കാത്ത തരത്തിൽ താൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ട്രെയിൻ അതിവേഗത്തിൽ പോകുന്നതാണ് കണ്ടത്. എന്തോ ഒന്ന് പുറത്തു വീണതായി യാത്രക്കാർ പറയുന്നത് കേട്ടാണ് തന്റെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ തന്നെ അന്വേഷിച്ചത്. തുടർന്ന് വിനായകനെ ഫോണിൽ വിളിച്ചപ്പോഴാണ് ട്രെയിനിൽ നിന്നും തെറിച്ചു വീഴുന്ന സംഭവം അറിയുന്നത്. ഇതിന് പിന്നാലെ റോഡിലേക്ക് എത്തിയ വിനായകാകട്ടെ ഒരു ബൈക്കിനെ കൈകാട്ടി വിളിച്ചു. സംഭവം പറഞ്ഞപ്പോൾ അയാൾ തന്നെ വിനായകനെ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പുറംഭാഗത്തും തലയ്ക്കും പരിക്കേറ്റ വിനായകനെ പ്രാഥമിക ചികിത്സയ്ക്ക് പിന്നാലെ മാഹി സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതേസമയം തന്റെ മകന്റെ ജീവൻ തിരികെ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് മാതാപിതാക്കളും. അതേസമയം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ട്രെയിനിൽ വാതിൽപ്പടിയിൽ നിന്ന് യാത്ര ചെയ്താൽ 3 മാസം വരെ തടവോ അല്ലെങ്കിൽ 500 രൂപ പിഴയോ ഈടാക്കുന്നതാണ്. ഇക്കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വാതിൽപ്പടിയിൽ ഇരുന്ന് യാത്ര ചെയ്ത 767 പേർക്കെതിരെയാണ് റെയിൽവേ പോലീസ് കേസെടുത്തത്. പാളം മുറിച്ച് കടന്ന 1411 പേർക്കെതിരെയും റെയിൽവേ പോലീസ് കേസെടുത്തിരുന്നു. ഒരു വർഷത്തിനിടെ സബർബൻ തീവണ്ടിയിൽ നിന്ന് വീണ് 1500-ലധികം പേരാണ് മരണപ്പെട്ടത്. എല്ലാവരും ഇത്തരത്തിൽ വാതിൽപ്പടിയിൽ നിന്ന് യാത്ര ചെയ്തവരായിരുന്നു. മാത്രമല്ല, പാളം കുറുകെ കടക്കുന്നതിനിടെ ട്രെയിൻ തട്ടിയുള്ള അപകടങ്ങളും കൂടിയതോടെ കർശന നിയമമാണ് റെയിൽവേ പുറത്തിറക്കുന്നത്. പാളം കടക്കുന്നത് തടയാൻ വേലികളും മുന്നറിയിപ്പ് ബോർഡുകളും ഒക്കെ റെയിൽവേ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും എളുപ്പത്തിനായി പലരും പാളത്തിലൂടെ കടക്കുകയാണ് ചെയ്യുന്നത്. പാളത്തിൽ അതിക്രമിച്ച് പ്രവേശിക്കുന്നത് പോലും 6 മാസം വരെ തടവും 1000 രൂപ പിഴയും ലഭിക്കുന്ന കുറ്റമാണ്. പാളം കുറുകെ കടക്കുന്നതിനിടെ ട്രെയിൻ തട്ടി അപകടത്തിൽപ്പെടുന്നവരുടെ മരിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവ് മുൻ വർഷങ്ങളിലൊക്കെ കണ്ടിരുന്നു. ഇതോടെയാണ് ഇത്തരത്തിൽ ചെയ്യുന്നവർക്കെതിരെ കേസെടുക്കാനായി റെയിൽവേ ഇറങ്ങിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.